നമസ്കാരം. അന്യരുടെ വാക്കുകൾ വെള്ളം കൂടാതെ വിഴുങ്ങുന്നവർ പറ്റിക്കപ്പെടും എന്നതിൻ്റെ തെളിവായി കുഞ്ചൻ നമ്പ്യാർ സത്യാസ്വയംവരം തുള്ളലിൽ ചിരി കണ്ടച്ചാരുടെ കഥ പറയുന്നുണ്ട്. ഇളയച്ചിക്ക് പുടവ കൊടുത്ത് അവളെ ചിരി കണ്ടച്ചാർ ഭാര്യയാക്കി. വല്ലപ്പോഴും എത്തുന്ന ചിരി കണ്ടച്ചാർ വല്ല നല്ല പുത്തൻ പണവും നൽകി അവളോടൊപ്പം കഴിഞ്ഞതിന് ശേഷം മടങ്ങും. ഇത് മനസ്സിലാക്കിയ ഒരുവൻ ഇളയച്ചിയുമായി രഹസ്യ ബന്ധത്തിലായി. ഇടവേളകളിൽ ഒരിക്കൽ ചിരി കണ്ടച്ചാർ വീട്ടിലെത്തി വാതിലിൽ മുട്ടുമ്പോൾ രഹസ്യക്കാരൻ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. കൗശലക്കാരിയായ ഇളയച്ചി അയാളെ മുറിക്കുള്ളിൽ ഉണ്ടായിരുന്ന ഭരണിയിൽ ഒളിപ്പിച്ചതിന് ശേഷം വാതിൽ തുറന്ന് ചിരി കണ്ടച്ചാരെ സ്വീകരിച്ച് സൽക്കരിച്ചു. ഭരണിക്കുള്ളിലെ അവസ്ഥ സഹിക്കാനാവാതെ വന്ന രഹസ്യക്കാരൻ ഭരണിയിലിരുന്ന് ഞെളിപിരി കൊണ്ടു. എന്താണ് ഭരണിക്കൊരു ഇളക്കം എന്ന് ചിരി കണ്ടച്ചാർ ഇളയച്ചിയോട് ചോദിച്ചു. പൂച്ചയ്ക്ക് ഞാൻ ഭരണിയിൽ കെണി വെച്ചിരുന്നു എന്നും അതിൽ വീണ പൂച്ച വെപ്രാളം കാട്ടുന്നതാണ് എന്നും ചിരി കണ്ടച്ചാരെ വിശ്വസിപ്പിക്കാൻ ഇളയച്ചി ശ്രമിച്ചു. എങ്കിലും സംശയം തോന്നിയ ചിരി കണ്ടച്ചാർ രഹസ്യക്കാരനെ ഭരണിക്കുള്ളിൽ നിന്ന് വലിച്ചു പുറത്തിടുകയും വിളക്കുകൊണ്ട് അവൻ്റെ മീശ കരിക്കുകയും ചെയ്തു. കോപിഷ്ഠയായ ഇളയച്ചി ചിരി കണ്ടച്ചാരെ മർദ്ദിച്ച് അവശനാക്കി. എന്നിട്ട് എങ്കിലും ഞാൻ പൂച്ചയ്ക്ക് വെച്ച കെണിയിൽ എങ്ങനെ ഇയാൾ വീണുവെന്ന് ഇളയച്ചി വീണ്ടും സംശയിച്ചു കാട്ടി. അതുകേട്ട് ചിരി കണ്ടച്ചാർ അതും വിശ്വസിച്ചു. അപ്പോൾ നീ എങ്ങനെ ഇതിൽ വന്നുപെട്ടു എന്നായി രഹസ്യക്കാരനോട് ചിരി കണ്ടച്ചാരുടെ ചോദ്യം. ചിരി കണ്ടച്ചാരെ പുകഴ്ത്തിയാൽ രക്ഷപ്പെടാം എന്ന് മനസ്സിലാക്കിയ രഹസ്യക്കാരൻ പറഞ്ഞു, മുനിയുടെ മാനിനെ വെട്ടിക്കൊന്നതിനാൽ മുനി തന്നെ കാടൻ പൂച്ചയായി പോകട്ടെ എന്ന് ശപിച്ചുവെന്നും മഹാനായ ചിരി കണ്ടച്ചാരും ഇളയച്ചിയും ഒന്നിച്ചു വസിക്കുന്ന കാലത്ത് അവരുടെ ഭരണിയിൽ വീണാൽ ശാപമോക്ഷം ലഭിക്കും എന്നും മുനി വരം നൽകിയ കഥ അയാൾ പറഞ്ഞു. അവൻ്റെ പുകഴ്ത്തലിൽ മയങ്ങിയ ചിരി കണ്ടച്ചാർ മേലിൽ തങ്ങൾക്കിരുവർക്കും ഇളയച്ചിയുടെ ഭർത്താക്കന്മാരായി കഴിയാം എന്ന് സമ്മതിച്ച് ഒന്നിച്ച് വാണു. ഇതാണ് കുഞ്ചൻ നമ്പ്യാരുടെ കഥ. ഇതിലെ ഭരണി ഹിന്ദു ദിനപത്രമായും ചിരി കണ്ടച്ചാരെ മുഖ്യമന്ത്രിയായും ഇളയച്ചിയെ PR ഏജൻസിയായും രഹസ്യക്കാരനെ അഭിമുഖത്തിനിടയിൽ കടന്നുവന്ന കെയ്സൺ CEO വിനീത് ഹണ്ടയായും മുനികുമാരനായി TD സുബ്രഹ്മണ്യനെയും സങ്കല്പിച്ചാൽ തീരുന്ന ഒരു ചെറിയ പ്രശ്നമാണ് ഇങ്ങനെ എല്ലാവരും കൂടി ചർച്ചിച്ച് വലുതാക്കി ഗോവിന്ദൻ മാഷിനെ വശകേടിലാക്കിയിരിക്കുന്നത്. ഈ കഥയിലെ സാങ്കല്പിക കഥാപാത്രങ്ങളെയെല്ലാം അവരവരുടെ ഇഷ്ടപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള അവകാശം ഭാരതീയ അന്യായ സംഹിത പ്രകാരം എല്ലാ കാഴ്ചക്കാരിലും കേൾവിക്കാരിലും നിക്ഷിപ്തമായിരിക്കും എന്നുകൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.